ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ കണ്ണൂർ LDCയും കഴിഞ്ഞിട്ടുണ്ട്. ട്രിവാൻഡ്രം LDC എക്സാം കഴിഞ്ഞ സമയത്ത് ഞാനൊരു അനാലിസിസ് വീഡിയോ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ടെസ്റ്റ് സീരീസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് അതേ പാറ്റേണിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ട്രിവാൻഡ്രം LDCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ തന്നെ ഞാൻ ബാക്കിയുള്ള ജില്ലക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ എക്സാം എഴുതി നോക്കുമ്പോൾ അതിലുള്ള കാര്യങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുക. അതിലുള്ള കാര്യങ്ങൾ കൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് അത് യൂസ് ആക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ നമ്മുടെ ഈ കണ്ണൂർ കൊല്ലം LDC ട്രിവാൻഡ്രത്തിനേക്കാൾ കുറച്ച് ടഫായിരുന്നു. അപ്ഗ്രേഡ് BScന്റെ ടെസ്റ്റ് സീരീസിൽ നിന്ന് അതേ പാറ്റേണിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ഏകദേശം മനസ്സിലാക്കി ആ എക്സാംസ് പ്രാക്ടീസ് ചെയ്തവർക്ക് ആ ഒരു കൺസെപ്റ്റ് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോന്റെ താഴെ കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ പക്ഷേ എങ്കിൽ നമ്മൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും മാസം ഒരു 500 രൂപയൊന്നും ഇല്ലാണ്ട് എവിടെ നമുക്ക് കോച്ചിങ് ഒന്നും കിട്ടൂല. എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. അപ്പൊ മിനിമം ഒരു 500 രൂപ പോലും മാസത്തിൽ എടുക്കാൻ പറ്റാത്ത ആൾക്കാർ വരെ ഉണ്ട്. റാങ്ക് ഫയൽ വാങ്ങാൻ പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ടെലഗ്രാമിലുള്ള അപ്ഗ്രേഡ് PSC എന്ന് പറഞ്ഞ ഒരു ചാനലിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലെന്ന് വെച്ചാൽ നമുക്ക് 66 SCRT ചാപ്റ്റർ വൈസ് എക്സാംസും 22 സിലബസ് ടോപ്പിക് എക്സാംസും അത് കഴിഞ്ഞിട്ട് 5 ഫുൾ ലെങ്ത് എക്സാംസും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വെറുതെ എഴുതി പോവുക എന്നുള്ളതല്ല, അതിലുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് ഒരു ഷോർട്ട് നോട്ട് പോലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന്റെ തലേന്ന് റിവൈസ് ചെയ്യാനും അതേപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാനും ഒക്കെയുള്ള നല്ലൊരു സോഴ്സ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ പൈസയുടെ കാര്യം പറയാനാണെങ്കിൽ അവർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും എക്സാംസ് നടത്തുന്നതിന് വെറും 399 രൂപയൊക്കെയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതായത് മൊത്തത്തിൽ ഒരു പ്രാവശ്യം ഒറ്റത്തവണ നമ്മൾ അടക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോഴ്സ് കിട്ടുന്നത്. ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താലും അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം എടുത്താലും ഇതേപോലെ എക്സാംസ് പ്രൊവൈഡ് ചെയ്യുന്ന സീരീസ് എടുത്താലും നമുക്ക് ഇത്രയും എക്സാംസ് മൊത്തം ഒരുപാട് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ഇത്ര ഒരു വിലയിൽ കിട്ടണമെന്നില്ല. ഞാനിപ്പോ കണ്ണൂർ കൊല്ലം LDC ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്തപ്പോൾ അതിൽ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മുടെ അപ്ഗ്രേഡിലെ ടെസ്റ്റ് സീരീസിൽ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസും ഇവിടെ കാണിക്കാം. ഇപ്പോൾ കഴിഞ്ഞ കണ്ണൂർ കൊല്ലം LDCയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണെന്നുള്ളത്. അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്ഗ്രേഡ് PSCന്റെ എക്സാം സീരീസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. ഇനി അതേപോലെ തന്നെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം, ഇത് നമ്മുടെ ഇപ്പോഴത്തെ LDC എക്സാം ചോദിച്ചതാണ്. അതേ മോഡലിൽ വേറെ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. പിന്നെ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം Gയെ കുറിച്ച് സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് തന്നെ അപ്ഗ്രേഡിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ നവോത്ഥാനത്തിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് മാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അപ്ഗ്രേഡ് PSCയിൽ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാച്ചായിട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തവർക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും, ടൈമും ലാഭിക്കാൻ പറ്റും. പിന്നെ അടുത്തതാണ് നമ്മുടെ സ്പോഞ്ചി അയൺ ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു തരത്തിൽ അപ്ഗ്രേഡിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. പിന്നെ കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണെന്നാണ് ഇപ്പോൾ LDCക്ക് ചോദിച്ചത്. അപ്പോൾ ചേരുംപടി ചേർക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ അതിൻ്റെ ആൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ആ ആൻസറും കൂടി നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ഉപരാഷ്ട്രപതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതും നമ്മുടെ LDCയിൽ അതേപോലെ അല്ലെങ്കിൽ വേറൊരു തരത്തിലാണ് വന്നിരിക്കുന്നത്. പിന്നെ എലിപ്പനി ബാക്ടീരിയ അതേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മറ്റൊരു തരത്തിൽ ലെപ്റ്റോസ്പൈറോസിസ് ഏത് ജീവിയുമായി ബന്ധപ്പെട്ടതാണെന്നാണ് LDCക്ക് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഗാർഹിക പീഡനത്തിനെ പറ്റിയിട്ട് സ്ത്രീകളുടെ സംരക്ഷണ നിയമത്തെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതേപോലെയുള്ള വേറൊരു മോഡൽ ക്വസ്റ്റ്യനാണിത്. പിന്നെ വിവരാവകാശ നിയമത്തിൻ്റെ കുറച്ച് ഏതൊക്കെയാണ് പരിശോധിക്കാൻ പറ്റുക എന്നാണ് PSC ചോദിച്ചത്. അപ്പോൾ അതുപോലെയുള്ളൊരു വേറൊരു ക്വസ്റ്റ്യനാണ് അപ്ഗ്രേഡിൻ്റെ ഒരു എക്സാം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ടൈമും ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ ബാക്കിയുള്ള ടൈം നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോട്ട്സ് എഴുതി പ്രിപ്പയർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളും പിന്നെ ഇതിലെ കാര്യങ്ങളൊക്കെ മതിയാവും നിങ്ങൾക്കൊരു അത്യാവശ്യം മാർക്ക് നേടാനായിട്ട്. അപ്പോൾ ഇത് വളരെ കുറച്ച് ഐറ്റംസ് ഞാൻ നോക്കിയിട്ട് ഇത്രയും വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ പെട്ടെന്ന് നോക്കിയെടുത്തതാണ് തിരക്കിനിടയിൽ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ആക്ട്സിന്റെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആക്ട്സ് വരുന്ന ടോപ്പിക്സിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ.
അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞു തന്നിട്ട് അത് യൂസ്ഫുൾ ആക്കിയവർക്ക് എന്തായാലും യൂസ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ലാണ്ട് ഒരു കമന്റ് കണ്ടു, ഇത്തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ ടെസ്റ്റ് സീരീസ് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയെന്നാണ്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ചെറിയ എഫേർട്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല. പിന്നെ റാങ്ക് ലിസ്റ്റ് വരുന്നില്ല, പഠിച്ചിട്ട് എത്തുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മളൊരു നിലയിൽ നമുക്ക് ഒരു ഡ്രീം ഉണ്ട്, അത് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു കുഞ്ഞ് എഫേർട്ട് ഇടണം. അപ്പൊ വലിയ ഒരുപാട് വലിയ പൈസ കൊടുത്തിട്ടുള്ള കാര്യമൊന്നുമില്ല, ഇത്ര സിമ്പിൾ കാര്യമാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതിൽ വെച്ചിട്ട് നമ്മൾ പഠിക്കണം. നിങ്ങൾ സൈഡിൽ നിന്ന് അത്രയും കുഞ്ഞ് എഫേർട്ട് ഇടാൻ പോലും പറ്റില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അപ്പൊ ഇനിയുള്ള ജില്ലക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഒക്ടോബർ വരെ എക്സാംസ് LDC നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ നമുക്ക് ഓഗസ്റ്റ് ആവുന്നത്ര ഇനിയും സമയം ഇഷ്ടം പോലെ കിടക്കണം. അപ്പൊ ബാക്കിയുള്ള ജില്ലക്കാർ, നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല അതവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തിട്ട് പഠിക്കുക. ബാക്കിയുള്ള ജില്ലക്കാർ ഇനി ഒരുപാട് ജില്ലയിൽ എക്സാംസ് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അവര് എന്താണ് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം ഞാനിവിടെ തെളിവ് സഹിതമാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങൾ കുഞ്ഞ് എഫേർട്ട് ഇട്ടിട്ട് പഠിക്കുക. അപ്പോൾ അതിന്റെ റിസൾട്ട് വളരെ വലിയൊരു കാര്യമായിരിക്കും. പിന്നീട് നിങ്ങൾക്കൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് കാര്യം. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ടെലിഗ്രാമിൽ അപ്ഗ്രേഡ് KPSC എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പബ്ലിക് ടെലിഗ്രാം ചാനൽ കിട്ടും. അതിൽ ജോയിൻ ചെയ്ത് നോക്കാം കേട്ടോ. അതിൽ പേയ്മെന്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല, പബ്ലിക് ടെലിഗ്രാം ചാനലാണ്. അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാം സീരീസിന്റെ കാര്യം മൊത്തത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പല റാങ്ക് ലിസ്റ്റിലുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. പിന്നെ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന്. ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എക്സാം വരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരുപാട് എക്സാംസിന് യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. SCRT ആണ് ബേസിക് ആയിട്ട് ഇവർ കൊടുക്കുന്നത്. SCRT മാത്രമല്ല, നമ്മുടെ എക്സാമിനെ സിലബസിന് 22 ഭാഗങ്ങളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് എക്സാംസ് നടത്തുന്നുണ്ട്. ഫുൾ ലെങ്ത് ടെസ്റ്റും നടത്തുന്നുണ്ട്. അപ്പൊ ഡെയിലി നമുക്ക് ഫുൾ ലെങ്ത് ടെസ്റ്റ് ഒന്നും എഴുതാൻ മടുപ്പായിരിക്കും. അതുകൊണ്ട് ആദ്യമൊക്കെ കുഞ്ഞു എക്സാംസ് തരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ചെയ്ത് നോക്കാൻ പറ്റും. ടൈം മാനേജ്മെന്റ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. വീട്ടമ്മമാരായാലും വർക്ക് ചെയ്യുന്നവരായാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും. അത് വീണ്ടും ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരുപാട് എക്സാംസിന് യൂസ്ഫുൾ ആണ്. അപ്പൊ നോക്കാട്ടോ. അപ്പൊ ഇനി പിന്നെ എക്സാം കഴിഞ്ഞിട്ട് ഡെസ്പായിട്ട് ഇരിക്കുന്നവരോട് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇനി നമുക്ക് നിരനിരയായിട്ട് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഈ ഒരു പഠനം അതേപോലെ കണ്ടിന്യൂ ചെയ്തു നിർത്തരുത്. കാരണം 1, 2, 3 വർഷം എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ ഒരു ആൾക്കാർ എന്ത് പറഞ്ഞോട്ടെ അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇപ്പോൾ ജസ്റ്റ് 3 വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ അന്ന് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു സ്റ്റേറ്റ് എത്താൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എന്തായാലും റിഗ്രറ്റ് തോന്നും. അതുകൊണ്ട് അത് തോന്നാതിരിക്കാൻ ഇപ്പോൾ പഠനം നിർത്താതിരിക്കുക. ഇനി വരാൻ പോകുന്ന 1-2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലി ലഭിച്ചിരിക്കും. ഇതേ രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ബൈ.